ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ട്ടാ. എന്റെ അമ്മ ഇന്നലെ വിളിച്ചപ്പോ എന്നോട് 11 മണിക്ക് വണ്ടി പറഞ്ഞിക്കണ്, വേഗം പോരായിരുന്നു. 10 മണിയായപ്പോ ഞാൻ അവിടെ എത്തി. 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു, 12:30ക്കാണ് വണ്ടി വരുന്നത്. ഇന്ന് പിന്നെ മാറ്റി ഒരുങ്ങി കെട്ടി എല്ലാരും കൂടി പോയപ്പോത്തിന് 12:30, 12:45 ഒരു മണി ആയിക്കണ് കേട്ടാ. അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ള കല്യാണമാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു ട്ടാ. പിന്നെ ചോറുണ്ണാനൊക്കെ കുറേ സമയം ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. ചെന്ന പാടെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു ട്ടാ. ഞാൻ വാട്ടർ മിലന്റെ ജ്യൂസാണ് കുടിച്ചത്. വേറെയും പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു കടന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി. അസാനുവിന് കുറുമ്പൊന്നുമില്ല. അസാനുവിന്റെ താത്താത്ത എന്നിട്ട് അത് ഓനക്ക് ഭയങ്കര കാര്യമാണ്. ഓളെ കിട്ടിയാൽ പിന്നെ ഇന്നെ വേണ്ട, അതൊരു ആശ്വാസമാണ് എനിക്ക്. പിന്നെ നല്ല മന്തി ഉണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യം എടുത്ത് പറയേണ്ടത്, നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പോയിട്ട് ഇത്ര ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നത്. ഈ മന്തി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിമൊക്കെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഈ മന്തി തിന്നിട്ട് സാദാ ചോറ് കഴിക്കണം നിന്റെ മനസ്സിൽ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചിരിക്കണം. അതുകൊണ്ട് മന്തി ഞാൻ കുറച്ചേ തിന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ സാദാ ചോറും കഴിക്കാൻ പോയി. സാദാ ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ. എനിക്ക് അവിയൽ കണ്ട പിന്നെ ചോറൊന്ന് തിന്നണം. പിന്നെ ഐസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഐസ് തിന്നു. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതവിടെ ഉണ്ടാക്കണുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മുട്ടായി ഞാൻ തിന്നൂല, മധുരമായതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസാനും ഐസ് തിന്നു കണ്ടിട്ടത്. പിന്നെ ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണിനെ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പെണ്ണിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു നല്ല ഫോട്ടോ എടുപ്പാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും പോയി 3-4 ഐസ് മേടിച്ചോണ്ട് വന്നു. പിന്നെ കല്യാണമൊക്കെ കൂടി വണ്ടിയിൽ കയറി അങ്ങനെ പോരുന്ന വഴി ഇവിടെ ഒരാൾ നിന്ന് ഉറങ്ങുകയാണ് കേട്ടോ. സീറ്റുമ്മക്ക് തല വെച്ചിക്കാണ്ട് കുറേ മടിയിൽ ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ ഇരിക്കണില്ല. ആ ബാക്കിൽ വരുന്ന വണ്ടികൾ അവർക്ക് കാണും വേണം, ഉറങ്ങും വേണം. പിന്നെ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്